അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ തുണി ഇതൊന്ന് പുതപ്പിക്കും, ഒന്ന് മൊത്തമായിട്ട് പുതപ്പിക്കും, മൂടിയിടും. അപ്പോൾ ഇവിടെ കുടമില്ലേ, ഇതിൽ കുടം, സാധാരണ കുടം അവിടെ ഇരിക്കില്ല, അടുക്കള ഭാഗത്ത് വെറുതെ ഇരിക്കണ്ട, ഒരു കാലി കുടം കൊണ്ടാ, വെറുതെ ഒരു ഡെമോൺസ്ട്രേഷൻ വേണ്ടി ഒരു ബക്കറ്റിൻ്റെ അപ്പുണ്ടെങ്കിൽ അത് കൊടുത്തോ, വെറുതെ ഒരു ഡെമോൺസ്ട്രേഷൻ. അത് കണ്ട അങ്ങനെ ആംഗ്യം കാണിക്കുന്നതിനേക്കാളും നല്ലതല്ലേ. അപ്പോൾ ഇപ്പോൾ 5 ആളെ നമുക്ക് കിട്ടി, ഈ 5 ആൾ കൂടി കുളിപ്പിച്ചോളൂ. ഞാനിവിടെ ഇരുന്നാൽ മതിയില്ല, അവർ കുളിപ്പിച്ചോളൂല്ലേ. അപ്പോൾ ഒരു വേസ്റ്റ് ബോക്സ് വേണം. വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു കിറ്റില്ലേ, ആ ഒരു ബക്കറ്റ് മതി, ഒരു കിറ്റ്. ആ കിറ്റ് ആ ബക്കറ്റിൻ്റെ മുകളിൽ ഇടാം. അപ്പോൾ ആ കിറ്റിലേക്ക് സാധനങ്ങൾ ഇടാം. അല്ലെങ്കിൽ ഒരു ഈ ബേസ് ബോർഡിൻ്റെ പെട്ടിയില്ലേ, ചെറിയ പെട്ടി, ഒരു പെട്ടി എന്നിട്ട് അതിൽ ഇത് കിറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അപ്പോൾ മൂക്കിലെ പഞ്ഞി, ചവിട്ടിലെ പഞ്ഞി, അതുപോലെ ഈ ഇവിടെ കെട്ടിവെച്ചില്ലേ, കാല് കെട്ടിയ തുണി, ആടി കെട്ടിയ തുണി, അതൊക്കെ അഴിക്കുക. അഴിച്ചിട്ട് ഇതാ കറക്റ്റ് ആ സാധനം കൊണ്ടു അതടച്ചു. അപ്പോൾ വേസ്റ്റ് ബോക്സായി. അപ്പോൾ ഇതൊക്കെ ഈ വേസ്റ്റൊക്കെ അഴിച്ച് അതിലിടും. പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഹാളിൽ നിന്നും എടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയല്ലേ, ഇവിടെയൊക്കെ മുറികളിലല്ലേ കുളിപ്പിക്കുന്നത്. പണ്ടൊക്കെ ഒരു തുണിയൊക്കെ ചിറ്റിട്ട് വീടിൻ്റെ പുറകിൽ മറ വെക്കും, ആരും കാണാതിരിക്കാൻ ആ മറ കിട്ടുന്നത്. ഇപ്പം മുറിയിലാണ്. ഈ മുറിയിലൊരു പ്രശ്നമുള്ളത്, ഈ വേസ്റ്റ് ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. അപ്പോൾ പലരും ചെയ്യുന്നത് ബാത്റൂമിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ബാത്റൂമിലേക്ക് വേണമെങ്കിൽ ഒഴുക്കി വിടാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടം. പുറത്തേക്കാണെങ്കിൽ ആ വീടിന് ഒരു ചെറിയ ഹോള്, ഇപ്പോൾ മിക്കവാറും വീടുകൾക്കൊന്നും ഹോളില്ല, ഒരു ഡ്രില്ല് വെച്ചൊരു ഹോൾ ഉണ്ടാക്കണം. ആ ഹോൾ ഉണ്ടാക്കിയാൽ ഹോളിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് ഒരു ചെറിയ തോട് പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാറി ഒരു ചെറിയൊരു കുഴിക്കണം, ഒരു സമചതുരത്തിൽ ചെറിയൊരു കുഴി കുഴിക്കണം. അതിപ്പോൾ മയ്യത്ത് അകത്ത് കുളിപ്പിക്കാൻ ഇനിയിപ്പോൾ ഹോൾ ഇട്ടില്ലെങ്കിൽ പോലും ഒരു കുഴി പുറത്ത് കുഴിച്ചിട്ടേക്കണം. അതെന്തിനാ ആ കുഴി? ഈ വേസ്റ്റുകളൊക്കെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ, ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ കഴിയുള്ളൂ. ഇതിനേക്കാൾ കുറച്ചും കൂടി കാണിക്കണമെങ്കിൽ ഇവിടെ തന്നെ വെച്ച് വെള്ളമൊക്കെ എടുത്ത് ഒരാളെ കിടത്തി ഒക്കെ കുളിപ്പിച്ചൊക്കെ കാണിച്ചു തരാവുന്നതാണ്, കുറച്ചും കൂടി നന്നായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ പ്രബുദ്ധരായ ഈ എറിയാട് ഭാഗത്തെ ആൾക്കാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അറിയാം, പലരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ആയി ഒക്കെ നടക്കും. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ആളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വേണ്ട, കൂടെ വേണ്ട, ആദ്യം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട്, കപ്പിൽ വെള്ളം എടുത്തിട്ട് തല മുതൽ അടിവരെ നനച്ചു കൊടുക്കാവുന്ന സംഗതിയാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ചെയ്യേണ്ടത് ഈ താടിയും മൂക്കിലും ഒക്കെ വെച്ച പഞ്ഞി ഒക്കെ എടുത്ത് ആ ഇതിലേക്ക് ഇടാം. ഈ മയ്യത്തിന് ഒരു വസ്ത്രവും ഉണ്ടാവില്ല, ഒരു വസ്ത്രവും ഉണ്ടാവാത്ത രീതിയിലാണ് മാറ്റേണ്ടത്. ഒന്നുമില്ല, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആ മുറിയിൽ ഒരു വസ്ത്രവും ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രതലം ക്ലിയർ ആയിരിക്കും. അതിൽ പെയിൻറ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ചെളിയോ, കുറേ കാലമായിട്ട് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച സാധനം എടുക്കരുത്. മിക്കവാറും എല്ലാ പള്ളികളിലും മയ്യത്ത് കുളിപ്പിക്കുന്ന തട്ടുണ്ട്, അത് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ല, ഇവിടെയൊക്കെ അതല്ലേ, അത് വെക്കുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. റൂമിൽ വെക്കുമ്പോൾ അതിൻ്റെ തലയുടെ ഭാഗത്തെ ആ കാലിനടിയിൽ 2 ഹോളോ ബ്രിക്സ് വെച്ച് കൊടുക്കണം. 2 ഹോളോ ബ്രിക്സ്, ഇഷ്ടിക. ആ ഇഷ്ടിക വെച്ച് കൊടുക്കുമ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കിറ്റിൽ പൊതിഞ്ഞിട്ട് താഴെ വെച്ചാൽ ആ ടൈൽസ് കേടാവില്ല. അങ്ങനെ വെച്ചെടുക്കും. എന്തിനാണ് പൊക്കണേ? വെള്ളം ഒഴുകി പോകും. വെള്ളം അല്ലെങ്കിൽ ഒഴുകി പോകില്ലേ, തല പൊങ്ങിയിരിക്കും. പെട്ടെന്ന് പോകണം വെള്ളം, പെട്ടെന്ന് പോകണം. എന്തിനാ വെള്ളക്കാരൻ ഒരാൾ? തീർച്ചയായിട്ടും വെള്ളക്കാരൻ വേണം. അപ്പോൾ വെള്ളക്കാരൻ ഇങ്ങോട്ട് വാ, ഇവിടെ വാ, വല ദിവസത്ത് ആ കപ്പെടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. വെള്ളക്കാരൻ്റെ പണി വെള്ളം ഒഴിക്കുക മാത്രമാണ്. ഇതിനെ തുടക്കണ്ട, കഴുകണ്ട, തേക്കണ്ട, ഒരാൾ അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തണം. അത് മാത്രമുള്ള പണി. വെള്ളത്തിനൊരു ബുദ്ധിമുട്ടോടെ വരാൻ പാടില്ല. നിങ്ങളാരും വെള്ളം എടുക്കണ്ട, മൂപ്പരെടുത്തോളൂ. മൂപ്പർക്ക് വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാകണം. അതിൽ കുറേ ഒരു ഡെസ്ക് വെച്ചിട്ട് അതിലൊക്കെ വേറെ കുടങ്ങളിൽ വെള്ളം വെച്ചോ, അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളം വരുമെങ്കിൽ അങ്ങനെ വെള്ളം വെച്ചോ. പൈപ്പ് കൊണ്ട് കുളിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ, പൈപ്പ് കൊണ്ട് കുളിപ്പിച്ചാലും വെള്ളമാണ് വീഴുക, നമ്മൾ ബക്കറ്റ് കൊണ്ട് കോരി വെച്ചാലും വെള്ളമാണ് വീഴുക, കുടം കൊണ്ട് പാറ്റിയാലും വെള്ളമാണ് വീഴുക, അല്ലേ? ഒക്കെ വെള്ളമല്ലേ, പിന്നെ എങ്ങനെ കുളിപ്പിച്ചാലും എന്താ? പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, മൂപ്പരോട് ഒരു ആദരവ്, ബഹുമാനം. പോത്തിൽ കുളിപ്പിക്കുന്നോട്ട് പൈപ്പിൽ കുളിപ്പിച്ചാൽ നമുക്ക് തന്നെ ഒരു വിഷമം വരും, അല്ലേ? വിഷമം ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ, മനോഹരമായ രീതിയിൽ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ആ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഫസ്റ്റ് കുടം തന്നെ വേണം. കുടം വേണമെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഇതൊന്ന് പിടിച്ച ഈ കുടത്തിന് ഇങ്ങനെ കവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരലുകൾ ഇങ്ങനെ പതുക്കൊന്ന് വിടർത്തി കഴിഞ്ഞാൽ അതിൽ കൂടെ വെള്ളം വരും, അല്ലേ? യെസ്, ഇങ്ങനെ പിടിച്ചാൽ വെള്ളം വരുമല്ലേ? പതുക്കെ വെള്ളം ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ വെള്ളം എടുക്കും. കുടം വെള്ളം വരും, അടച്ച വെള്ളം. ഇത് കുടത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഒരു കുടം വെള്ളം എടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്തിൻ്റെ തലഭാഗത്ത് വലതുവശം തുടങ്ങി കാൽഭാഗം വരെ അതിനെ നനച്ച്
മുന്തിരിക്കുക. 1 2 3 പ്രാവശ്യം നനയ്ക്കുക. എല്ലാം ചെയ്യുമ്പോഴും ഒറ്റയിൽ ചെയ്യാം. ഒന്നിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം. അത് സുന്നത്താണ്, അതൊക്കെ സുന്നത്താണ്. ഇനിയിപ്പോൾ എങ്ങനെ ഒറ്റ പ്രാവശ്യം വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയാലും മൈതുൽപ്പിക്കലൊക്കെ ആയി തുറച്ച് വൃത്തിയാൽ കഴുകിയിട്ട് പോരാ. ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് അത്ര സാഹചര്യം ആയിരിക്കണം. ഇപ്പം നമ്മുടെ മുമ്പിൽ കോവിഡ് വന്നു, ആരെങ്കിലും മയ്യത്ത് കുളിപ്പിച്ചോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മയ്യത്തിനെ കുളിപ്പിച്ചാലേ മയ്യത്ത് നിസ്കാരം സാധുവാകുള്ളൂ. കുളിപ്പിക്കാത്ത മയ്യത്തിന് മയ്യത്ത് നിസ്കാരം ഇല്ല എന്നാണ് ശാഫി മദ്ഹബ്. കുളിപ്പിക്കണം. കുളിപ്പിക്കാത്ത മയ്യത്തിന് അതില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിനെയും കുളിപ്പിക്കണം. കുളിപ്പിക്കാൻ കഴിയാത്ത മയ്യത്ത് ഏതാ? മാരകമായി പൊള്ളലേറ്റ മയ്യത്ത്, അത് കുളിപ്പിക്കാൻ പറ്റില്ല. അത് വിട്ടുപിടിച്ച് ചെയ്യാം, നമസ്കരിക്കണം. അത് വേറെ കാര്യം. അത്തരത്തിലുള്ള ചില വളരെ റെയറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിസ്കാരം സാധുവായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇങ്ങനെ 3 പ്രാവശ്യം വലത് ഭാഗത്ത് ഒഴിക്കുക, പിന്നീട് ഇടത് ഭാഗത്തും 3 പ്രാവശ്യം ഒഴിക്കുക. ആരാ ഓർമ്മ? അത് നിങ്ങളല്ലേ? അപ്പോൾ മൂപ്പര് ആ 3 പ്രാവശ്യം അങ്ങനെ ഒഴിച്ചു, 3 പ്രാവശ്യം അവിടെ ഒഴിക്കും. അപ്പോൾ ഒരു കുടം വെള്ളമാണ് ഈ 3 പ്രാവശ്യം ഒഴിക്കുന്നത്. 3 3 6 പ്രാവശ്യം. ആ തെറ്റാണെന്ന് കണ്ടോ? ഇത് നോക്കാനാണുണ്ട്. നിങ്ങൾ തോന്നിയാസം കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒഴിച്ച രീതിയാണ് പറഞ്ഞത് ശരിയായില്ല. ഒന്നുകൂടി കാണിച്ചേ, ശരിക്കും ഒഴിച്ചേ. എങ്ങനെ? തല മുതൽ ഇപ്പൊ ശരി പിടിച്ചു. ഒരു തമാശയൊക്കെ പറഞ്ഞു പോയില്ലെങ്കിലേ ആകെ പേടിച്ച് വല്ലാത്തൊരു കോലത്തിലാവും. അപ്പൊ വായ പൊത്തി പിടിക്കാറുണ്ടല്ലോ. ഇല്ല, വായൊന്നും പൊത്തണ്ട. വായൊന്നും പൊത്തണ്ട, ഒരു പ്രശ്നമില്ല. പിന്നെ ഇനി ആ ഭാഗത്ത് അപ്പുറത്തേക്ക് വയ്ക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാണ്ട് ശരിക്കും. അപ്പോഴാണ് ഇത് കുറച്ചുകൂടി ഫിറ്റ് ആവാ നമുക്ക്. ആ 3 പ്രാവശ്യം അത് ഒഴിക്കാം. ഓക്കെ, ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിച്ച ശേഷം ഇപ്പൊ മയ്യത്ത് മൊത്തം നനഞ്ഞു അല്ലേ? മൊത്തം നനഞ്ഞു. അപ്പോൾ ഈ നിങ്ങൾ 2 പേര് ഒരാളപ്പുറം വാ. എന്നിട്ട് ഈ തുണി ഒന്ന് മടക്കിയിട്ടെ. അതായത് മടക്കാൻ തന്നെ ഇങ്ങനെ മടക്കി അവർത്തിന് മുഖത്തേക്കിട്. യെസ്, അപ്പുറത്ത് മടക്കരുത്. മുപ്പരൊക്കെ ഹെൽപ്പ് ചെയ്യും, കുഴപ്പമില്ല. മുപ്പര് മാത്രം ഹെൽപ്പ് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ ഇട്ടു, മടക്കിയിട്ടു. ഇത് സ്ത്രീയാണ്. സ്ത്രീനെ നിങ്ങൾ കുളിപ്പിക്കില്ല. ഈ സ്ത്രീയുടെ ഡമ്മി വാങ്ങാൻ കാരണം തന്നെ ഈ സ്ത്രീകളാണ്. കാരണം ഇവരുടെ അടുത്ത് ഇവരൊരാളെ പിടിച്ച് നമുക്ക് കിടത്താൻ പറ്റില്ലല്ലോ. പുരുഷന്മാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഒരാളെ കിടത്തിയാൽ മതി. അപ്പോൾ അത് വളരെ ക്ലിയർ. ബഷീർ സാഹിബ് പോയോ? ഉണ്ടല്ലേ? ബഷീർ സാഹിബിനെ ഞാൻ കിടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയില്ല. അപ്പോൾ എന്തായാലും ഒരാൾ കിടക്കണം, എന്നാലേ ശരിയാവുള്ളൂ. കഫൻ ചെയ്യുമ്പോൾ ഒരാൾ കിടക്കണം. ഇത് വീർപ്പിച്ച് കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രയാസം ഉണ്ടാവും. ശരി, നമുക്ക് സമയം പോകുന്നുണ്ട്, പെട്ടെന്ന് ഓടിച്ചു വരാം. അപ്പോൾ നനച്ചു കഴിഞ്ഞു. ഇത് എന്തിനാ നനച്ച്? കുളിപ്പിക്കല്ലേ വേണ്ടേ? പിന്നൊന്നും നനച്ചില്ല. ബാക്കിയുള്ള ഫസ്റ്റ് ടൈം നനക്കണം. നനച്ചതിൻ്റെ ഒരു കാരണമുണ്ട്. ഇനി നമ്മുടെ സോപ്പ് എടുക്കാം. സോപ്പോടെ പൊട്ടിക്ക്. സോപ്പ് പൊട്ടിക്കാം. സോപ്പ് വെക്കാനായിട്ട് ഒരു ചെറിയ പാത്രം, സോപ്പ് പാത്രം തന്നെ മതി കേട്ടോ. ആ സോപ്പിൻ്റെ ഒരു സോപ്പിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ തലക്കയിലും വെക്കാം, അടിയിലും വെക്കാം. 2 ഭാഗത്തായിട്ട് വെക്കാം. 2 സോപ്പ് പ്രശ്നം ഉണ്ടെങ്കിൽ. വലുതാണെങ്കിൽ ആ സോപ്പ് 2 ആക്കാം. ബോഡി വാഷ് ആണെങ്കിൽ അത് അത്യാവശ്യത്തിന് എടുത്ത് കൊടുത്താൽ മതി, ഒരാളെടുത്ത് കൊടുത്താൽ മതി. ആ സോപ്പിനെ നമുക്ക് കുറച്ചും കൂടി ഇതങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ വയർ അങ്ങനെ പൊക്കിയിട്ട് ഈ വയർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. സോപ്പ് നല്ലോണം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പതച്ചു കൊടുക്കുക. ഒന്ന് പതച്ചു കൊടുക്കുക. ഈ നല്ലോണം പതച്ചു കൊടുക്കുന്നത് മുപ്പര് സോപ്പ് ഒക്കെയാണ് കേട്ടോ. അപ്പം എൻ്റെ വിഷയം വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഈ മയ്യത്ത് കിടക്കുന്നതിൻ്റെ കൈ 2 വശത്താണ് കിടക്കണം. 2 വശത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ തേക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ കൈ കെട്ടി വെക്കുകയാണെങ്കിൽ, ഇതുവരെ കെട്ടി വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ തേക്കാൻ ദേശം പ്രയാസം വരും. അങ്ങനെ വരുമ്പോൾ ആ കൈയിനെ ഒന്ന് ഉയർത്തി കൊടുക്കേണ്ടി വരും. പിടിച്ചു ഇങ്ങനെ ഒന്ന് പതുക്കെ ഉയർത്തി കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ അത് ഇതിപ്പോൾ വിട്ടുപോരും, പക്ഷെ അത് വിട്ടുപോരില്ല. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പോലെയാണ്. ഈ മയ്യത്തിൻ്റെ വേസ്റ്റ് കളയണം, അത് മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ഇറക്ക കുളിപ്പിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലരും മയ്യത്ത് കുളിപ്പിക്കാൻ പോകാതിരിക്കുന്നതിന് കാരണം അതാണ്, വേസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ തലയ്ക്കൊരു പ്രശ്നമുള്ളത്, തല ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും തല ഒരുപോലെയാണ്. ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞിൻ്റെ തല അങ്ങനെയല്ലേ? അത് നിശ്ചിത മാസം കഴിഞ്ഞാലേ അതൊന്ന് ഉറച്ചിട്ടുള്ളൂ. മരിക്കുമ്പോൾ നല്ലോണം ഉറച്ചിരിക്കണേ. മരിച്ചു കഴിഞ്ഞാലോ ആ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എല്ലാം ഡയലൂട്ടായിട്ടിരുന്നാലും തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതുകൊണ്ട് തല നോക്കാൻ തന്നെ ഒരാളുണ്ടാവണം. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ തലക്കാരനാക്കിയെടുക്കാം. തലക്കാരൻ നിങ്ങൾ തന്നെ തലക്കാരൻ, തല പൊക്കാനാണത്. ഈ മയ്യത്തിനെ എടുക്കുമ്പോഴും അകത്ത് കൊണ്ടുപോകുമ്പോഴും കുളിപ്പിക്കുമ്പോഴും അപ്പുറത്ത് കൊണ്ടുപോകും ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴും എടുക്കൂലേ, മയ്യത്തിന് എടുക്കൂലേ? എടുക്കുമ്പോഴൊക്കെ ഈ തല നോക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തല ഇങ്ങനെ കെപ്പിട്ട് വരും. അപ്പോൾ തല എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് നമ്മളിപ്പോൾ ഒരാളെ തലക്കാരനാക്കിയത്. നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാളെ നമ്മൾ വെള്ളക്കാരനാക്കി. മയ്യത്ത് കുളിപ്പിക്കാൻ കയറുമ്പോൾ ഒരാൾ വെള്ളം എടുത്ത് കൊടുക്കുന്ന ആൾ മാത്രമായിരിക്കണം.
വേറൊരാൾ തല മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കണം, ഒരാൾ അതിന്റെ അമീറായിരിക്കണം. ഓക്കെ, ഇങ്ങനെ മറ്റുള്ളവർ ഹെൽപ്പർ ആയിരിക്കണം, ഒരാൾ ഫോർമാൻ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു സിസ്റ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഒരു സിസ്റ്റത്തോട് കൂടി ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അമീർ പറയുന്നതിന് എല്ലാവരും അനുസരിക്കണം. അമീർ പറയും വയറിന് സോപ്പിടുന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞാൽ ഇപ്പം എല്ലാം സോപ്പിടണ്ടേ, ആ തലയല്ല ആദ്യം സോപ്പിടുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞാൽ അത് രണ്ടു കൊടുത്തല്ല ചെയ്യേണ്ടേക്കാം, നമ്മൾ ഇങ്ങനെ മൊത്തം വെള്ളം വെച്ചാൽ ആകെ സോപ്പിടണ്ടേ. അപ്പോൾ അയാൾ പറഞ്ഞാൽ അതല്ല വേസ്റ്റ് എടുത്തിട്ട് ഇതൊക്കെ ചെയ്യണ്ടേ, അല്ലടോ വേസ്റ്റ് ലാസ്റ്റല്ലേ എടുക്കണം. അപ്പോൾ എനിക്ക് ഒതുപിടിപ്പിക്കണ്ടേ, അത് ഒന്ന് ആദ്യം എടുപ്പിക്കുക, എല്ലായിടും അവസാനം ആകെ വെള്ളമായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാലോ ഒരു പ്രശ്നമില്ല, വളരെ വേഗം. മൈ തുളിപ്പിക്കാൻ എത്ര സമയം വേണം? മൈ തുളിപ്പിക്കാൻ? അരമണിക്കൂർ. റൈറ്റ് ആൻസർ, അരമണിക്കൂർ. അതുകൊണ്ട് വേണ്ട. പക്ഷെ ഇപ്പൊ എത്ര എടുക്കുന്നുണ്ട്? 2 മണിക്കൂർ മിനിമം, 3 മണിക്കൂർ മിനിമം. എന്തവര് ചെയ്യുന്നു ഇത്ര സമയം? അള്ളാഹ്ക്കറിയാം. ആ ലങ്കോട്ടി കെട്ടാനൊക്കെ ഉള്ള പ്രയാസം കൊണ്ടായിരിക്കാം പലതും വൈകുന്നത്. മുടി പടഞ്ഞ് കെട്ടാനുള്ള പ്രയാസം കൊണ്ടൊക്കെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പലതും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലൊക്കെ സമയം ഒരുപാട് നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് സമയമില്ല, നമ്മൾ വേഗം അവസാനിപ്പിക്കാം. അപ്പോൾ ചെയ്യേണ്ടത് വേസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ബഷീർ സാഹിബ് വന്നിട്ടുണ്ട് കൃത്യസമയത്ത്. ഞങ്ങൾ എല്ലാവരുടെയും കൂടി നിങ്ങളുടെ സമൂഹത്തോടു കൂടി നിങ്ങൾ ഇവിടെ കിടത്താൻ സന്ദർശിക്കാം. ഒന്നും വേണ്ട, കിടന്നോളൂ, കിടന്നുള്ള പരിചയമുണ്ട്. ബഷീർ സാഹിബ് ആകുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്, എടുത്ത് പൊക്കണ്ട, എനിക്ക് പൊക്കോളൂ. അപ്പോ തുണി വിട്ടോ, ഒരു തുണി കിടക്കണ്ടല്ലോ. യെസ്. അപ്പോൾ പിന്നെ ഇതിനെ ഇനിയാണ് പണി. അവനൊക്കെ ഉയർത്താൻ പറയാനുള്ള സുഖമാണ്. ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടെങ്കിൽ ഇതിന് പണി കിട്ടും. മയ്യത്ത് ശരിക്കും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്, അതേ വെയിറ്റ് തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ തല ഒന്ന് ശ്രദ്ധിക്കണം പോവാതെ. എന്നിട്ട് ഈ മയ്യത്തിനെ ഇരുത്തണം. ഇരുത്തുക എന്ന് പറയുമ്പോൾ ഒരല്പം ഇടതുവശത്തേക്ക് ചരിച്ചാണ് ഇരുത്തേണ്ടത്. ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇപ്പോൾ ഇടതും വലതും തിരിക്കാൻ തന്നാൽ കയ്യിൽ പോവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിർത്തിയാൽ മതി. അങ്ങനെ ഒന്ന് നിവൃത്തി ഇരുത്തണം. അതിന് നിങ്ങൾ 4 പേര് തന്നെ വേണം, എന്നാലേ പറ്റൂ. ശരി, ഒന്ന് ഇരുത്ത്. യെസ്, ഇതാണ് പൊസിഷൻ. ഒരാൾ ഈ ഭാഗത്ത് വന്നിട്ട് ഈ കാലുകളെ ഒന്ന് പതുക്കെ ഒന്ന് ഒരല്പം അകത്തി കൊടുക്കണം. ഇപ്പോൾ അകത്തണ്ട, നമ്മൾ പറഞ്ഞാൽ മതി, ഒന്ന് അകത്തി കൊടുക്കണം. അപ്പോൾ വെള്ളക്കാരൻ നിൽക്കേണ്ട സ്ഥലം മാറി എൻ്റെ പിന്നാലെ ഒരു വെള്ളം കൊണ്ട് അവിടേക്ക് നിങ്ങളുടെ പൊസിഷൻ അതാ. അപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് എടുക്കുക, വെള്ളം ഒഴിക്കുക. ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പ്രതലത്തിൽ ഒഴിച്ചോ. അവിടെ ഒഴിക്കും. അതന്നെ പണി കേട്ടാ. ഈ സാധനത്തിന് ഇവിടെ 4 സൈഡിലും ഇങ്ങനെ ഒരു ചെറിയൊരു ബോർഡർ ഉണ്ടാവും. നെയ്യ് തുളിപ്പിക്കുന്നത്. ആ വെള്ളം പുറത്തു പോകില്ല, ആ വെള്ളം ഈ ഓട്ടയിൽ കൂടെ പോകുള്ളൂ. അപ്പോൾ ഇത് കിടത്തുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും, അതിന് പിടിക്കാനില്ലല്ലോ. ഇത് കിടത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ ഹോൾ ഇവിടെ കേട്ടാ. ആ ഹോൾ മാറിപ്പോരുതേ. ഹോൾ അവിടെ വന്നിട്ട് മയ്യത്തിന്റെ തല ഹോളിൻ്റെ അടുത്തൊന്നും വെക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പലർക്കും പറ്റാറുണ്ട്. ഹോൾ ഇവിടെ തന്നെ ആയിരിക്കണേ, തല നേരെ ഓപ്പോസിറ്റും. അത് അവിടെ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്കായാലും അത് ചെയ്യണം കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ആള്, അതായത് ഇത് ആർക്കും ചെയ്യാം, നമുക്കുണ്ട് വിട്ട പോലല്ലോ. അതായത് 2 കൈയും ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഇരുന്നോണ്ട് ഇനി വീഴാണ്ട് പിടിച്ചോട്ടോ. 2 കൈ ഉപയോഗിച്ചിട്ട് വയറ് തടവി കൊടുക്കുക. 2 കൈ ഉപയോഗിച്ചുകൊണ്ട് വയറ് തടവി കൊടുക്കുക. വയറ് തടവി കൊടുക്കേണ്ടത് കൃത്യമായി ഈ വയറിന്റെ ഇവിടെ അമാശയം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ കിടക്കുന്നത്, ഒരു വശത്തേക്ക് കിടക്കുന്നുണ്ടല്ലോ. ഈ സാധനത്തെ പിടിച്ച് അമർത്തുക എന്നൊരു പണിയാണ് വയറ് തടവിലുള്ള സമയം. അപ്പൊ നമ്മൾ നേരത്തെ അവിടെ സോപ്പിട്ടില്ലേ, സോപ്പിട്ടപ്പോൾ നമുക്ക് എളുപ്പമായി, ഭയങ്കര സ്പീഡിൽ പോകും. അത് വിരൽ ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാലും വെറുതെ ഇട്ട് തടവിയാലും ഒക്കെ കൃത്യമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എങ്കിൽ പോലും ഇങ്ങനെ ഒന്ന്, അതായത് ആ എയറിനെ ഒന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ, അഥവാ ആ വിരൽ ഇങ്ങനെ പോയി കണ്ടോ, ഇങ്ങനെ വരുന്ന രീതിയിൽ നന്നായി അമർത്തുക. ഇങ്ങനെ എല്ലാം മയ്യത്തിരിക്കുക, കുറച്ചും കൂടി ചാഞ്ഞിട്ടാണ്. അപ്പൊ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. അപ്പൊ നല്ലോണം തടവി കൊടുക്കുക. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം തടയുമ്പോൾ ഏതെങ്കിലും നിലക്കുള്ള വേസ്റ്റുകൾ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് പൊക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലാണ് മനുഷ്യനെ പഠിച്ചേക്കണേ. ഇത് പോവോ, ഇതങ്ങനെ കാണിച്ചാൽ ഇത് എങ്ങനെ സാഹിബേ പോണേ, അത് നമ്മൾ പൈപ്പ് തുണിയൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ കൂടെ കയറ്റിയൊക്കെ നോക്കണ്ടേ, ഇത് വലിച്ചെടുക്കണ്ടേ, ഇല്ല പശുവിട്ട് പോത്തിനെ കാണിക്കണോണ്ട് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ചില ആൾക്കാർ പറയും. തെറ്റാണത്. ഇതിങ്ങനെ ചെയ്താൽ മതി. അവസാനം ഉമ്മമാര് കൊച്ചുമക്കളെ കഴിയിക്കുന്ന പോലെ, വിശദീകരണം വേണ്ടല്ലോ, ഉമ്മമാര് കൊച്ചുമക്കളെ കഴിയിക്കുന്ന പോലെ കഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴുകാം. അപ്പോൾ ഇതാണ് ചെയ്യാൻ ആകെ പ്രയാസമുള്ള ഒരു കാര്യം. ഇങ്ങനെ ഇരുത്തുമ്പോൾ ഒരല്പം ഇടതുവശത്തേക്ക് ചെരിച്ചാണ് ഇരുത്തേണ്ടത്. ഇങ്ങനെ നിങ്ങൾ അടുത്ത മയ്യത്ത് കുളിപ്പിക്കുന്ന ആരാണോ മരിക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് നോക്കുക. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുക. വളരെ എളുപ്പത്തിൽ അത് കെട്ടിക്കും. അതേസമയം കിടന്നുകൊണ്ട്
കിടന്നുകൊണ്ടും ഇത് ചെയ്യാൻ പറ്റും. ഇത് കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായി അത് പോവില്ല. അത് പോവില്ല. നമ്മൾ പറയും പോകുമെന്ന് പറയും, പക്ഷേ സംഗതി പോവില്ല. വെള്ളക്കാരുടെ ആവശ്യമില്ല. ഓരോന്നിട്, എന്നിട്ട് ഓരോന്നുകൂടി എടുത്തിട്ടോ കേട്ടോ. ഓക്കെ. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാത്തതാണ് ബഷീർ സാഹിബ്. നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ ശരിക്കും മരിച്ച പോലെയാണ്. അപ്പോൾ മുപ്പത് രാത്രി ഉറക്കില്ലല്ലോ, നല്ല പണിയല്ലേ. ഇപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ ഇവർ ചെയ്യുന്നത്? ഇവർ ഇടവില്ല നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എന്താവുന്ന അറിയാലോ. നിങ്ങൾ ആരെ ജയിക്കണേന്ന് നോക്കാം കൃത്യമായിട്ട്. അപ്പോൾ അത് ഒന്ന് ഇടാം. ഓരോന്നിട്ട് അല്ലേ? അത് രണ്ട് കയ്യിൽ ഇടണം കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം ഇട്ടാൽ ഇവിടെ രണ്ടെണ്ണം ഇടുന്നുണ്ട്. രണ്ടെണ്ണം ഇടണം. ഇത് ഇടേണ്ടത് മയ്യത്ത് കുളിപ്പിക്കുന്ന മുറിയിലേക്ക് കടന്നിട്ട് വേണം ഇടാൻ. പുറത്തുനിന്ന് ഇടരുത്. നമ്മൾ പോണതിന് മുമ്പ് ഇടരുത്. മയ്യത്ത് കുളിപ്പിക്കുന്ന മുറിയിലേക്ക് കടന്നാൽ ആദ്യം ചെയ്യേണ്ടത് രണ്ട് കൈകളിലും ഇടുക എന്നുള്ളതാണ്. വളരെ നിർബന്ധമാണ്. മാസ്ക് ഫോട്ടോ നിൽക്കുന്ന ആൾക്ക് മാസ്ക് വെള്ളക്കാരുടെ മാസ്ക് വേണം കേട്ടോ. ഇല്ലേ ഉള്ളല്ലോ എല്ലാ ഉള്ളി പോട്ടെ, അത് പോട്ടെ, അത് നിങ്ങൾ ഇടണ്ട കേട്ടോ. കിട്ടും മാസ്ക് ഇവിടെ കിട്ടും. ഇങ്ങനെ മാസ്ക് ഇടണം. പെണ്ണുങ്ങൾ ഇടണം, സ്ത്രീകളിടണം. മാസ്ക് ഇടണം. ഇങ്ങനെ ഓരോ അത് നിർബന്ധമാണ് കേട്ടോ. ഇത് അതിലൊരു വിട്ടുവീഴ്ചയില്ല. വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് ആ ചെയ്യേണ്ടത്. സമയം ഒന്ന് നോക്കണേ. 5:52 സമയമല്ലേ എത്തിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് വേഗം നിർത്തണ്ടേ? അപ്പോൾ ഇത് വേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വരെ പോകാം അല്ലേ? ആ വേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിപ്പിച്ച് തുടങ്ങാം. ആദ്യം വേസ്റ്റ് കളയാം. വേസ്റ്റ് കളയുമ്പോൾ ആ വേസ്റ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വേസ്റ്റ് പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം. വേസ്റ്റ് പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം. ഒരു കോംപ്രമൈസും ഇല്ല. ഒരു പണി തന്നെ അത് തീരും. അടുത്തെടുക്കാം, ഒഴിക്കാം. വെള്ളം പൈപ്പിൽ വരുന്നോട്ട് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ ഉള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് പോകും. പെട്ടെന്ന് പോകും. അപ്പോൾ ഈ ഗ്ലൗസ് ഇട്ട ആൾക്കാർ വേഗം ആ ഗ്ലൗസ് ഇട്ട അതിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ ആ ഭാഗമൊക്കെ കഴുകി കൊടുക്കുക. നല്ലോണം കഴുകി കൊടുക്കുക. സോപ്പ് എടുക്കുക, തേക്കുക, കഴുകി കൊടുക്കുക. കഴുകി കൊടുത്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ വരിക. നമ്മുടെ വേസ്റ്റിൻ്റെ പാത്രം ഇരിക്കുന്നുണ്ട്. ഇവിടെ വരിക. ഈ അടിഭാഗം കഴുകിയ ആൾ മാത്രം അതിങ്ങനെ ഊരി അരിക്കിടാം. മനസ്സിലായോ? എന്നിട്ട് വേറെ എണ്ണം എടുത്തിടാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് ആ കഴുകിയാളോ തന്നെയാണ് ഏറ്റവും നല്ലത്. വീണ്ടും ഒരു ഇതിട്ടിട്ട് ഗുഹ്യഭാഗം വൃത്തിയായി കഴുകി കൊടുക്കുക. സോപ്പൊക്കെ ഇട്ട് ഗുഹ്യഭാഗം കഴുകേണ്ട ഇങ്ങനെ തന്നെയാണ്. കാണാത്തരുത്. എങ്ങനെയാണെന്ന് വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കറിയാം. രണ്ട് തൊടേണ്ട രണ്ട് ഇടുക്കുകളും ബാക്കിലും ഒക്കെ ആയിട്ട് ആ ഭാഗം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുക. ഈ സാനൂരി അതിനെടുക്കുക. മസ്റ്റാണ് കേട്ടോ. ഊര ഇടാം, എന്നിട്ട് വേറെ ഇടാം. അപ്പോൾ 12 സോക്സെങ്കിലും വേണം മിനിമം. 14 സോക്സ് വേണം 5ആളാണെങ്കിൽ. 5ആളാണെങ്കിൽ 12 സോക്സ് റൈറ്റാണ്. ഒരു ഡസൻ സോക്സ് ഇത് വാങ്ങിച്ചിട്ട് ഇടാം. ഗ്ലൗസ്. ഓക്കെ. അപ്പോൾ അത് ചെയ്യാം. ഈ ഗുഹ്യഭാഗം കഴിഞ്ഞാൽ അടുത്തത് പൊക്കിൽ കുഴി. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഫാസ്റ്റ് ചെയ്യണേ. പൊക്കിൽ കുഴി നന്നായിട്ട് കഴുകി. പൊക്കിൽ കുഴിയിൽ എപ്പോഴും നന്നായിട്ട് അഴുക്കുണ്ടാവും. അത് കഴുകുക. ശേഷം 2 കഷങ്ങളും, ആദ്യം വലത് ഭാഗത്തെ കഷം, ഇടത് ഭാഗത്തെ കഷം നല്ലോണം കഴുകുക. ഇത് സോപ്പൊക്കെ നന്നായിട്ട് കഴുകുക. എന്നിട്ട് വലത് ചെവി കഴുകുക, ഇടത് ചെവി കഴുകുക. ഈ കഴുകൽ എല്ലാം 3 പ്രാവശ്യം. ഗുഹ്യഭാഗം തുടങ്ങി ഇവിടെ വരെ ഗുഹ്യഭാഗം ആദ്യം കഴുകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് സോപ്പിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളമൊഴിക്കേണ്ടത് മയ്യത്തിൻ്റെ ശരീരത്തിലാണ്. നേരത്തെ വെള്ളമൊഴിക്കേണ്ടത് തറയിലും, പിന്നെ ഇനി എല്ലാ മയ്യത്തിൻ്റെ മുകളിലാണ് വെള്ളമൊഴിക്കുന്നത്. ആളിന് വെള്ളക്കാരൻ തന്നെ യാതൊരു സംശയമില്ല. ആൾ തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ ഒരാൾക്കൊക്കെ ഇത് ഒഴിക്കാൻ നിർത്തില്ല, പ്രശ്നമൊന്നുമില്ല, നമുക്ക് തോന്നാം. പക്ഷെ അത് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. ഓക്കെ. 5 ആളെ വേണ്ടു, 5 ആൾ ചെയ്യാം. അപ്പോൾ ഇടത് ചെവി കഴുകുക, വലത് ചെവി ആദ്യം കഴുകുക, ഇടത് എല്ലാം വലുതാണ് മുന്തിക്കേണ്ടത്. എല്ലാം വലത് മുന്തിക്കുക, എല്ലാം ഒറ്റയായിട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. എല്ലാം വലുത് ആദ്യം ചെയ്യുക, എല്ലാം ഒറ്റയായിട്ട് ചെയ്യുക. അങ്ങനെ കഷം കഴുകി, ചെവിട് കഴുകി കഴിഞ്ഞാൽ പിന്നെ തല നന്നായിട്ട് കഴുകുമ്പോൾ സ്ത്രീകളുടേത് ഒരു അല്പം ഷാമ്പുവോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കരുതി ₹1 ₹2 കൊടുത്താൽ ഷാമ്പു കിട്ടും. അതൊന്ന് നേരത്തെ റെഡിയാക്കി വെക്കുക. അത് ഒന്ന് പൊട്ടിച്ചിട്ട് നല്ലോണം പതച്ചിട്ട് ആ മുടി നല്ലോണം കഴുകുക, അതിൽ വെള്ളം ഒഴിക്കുക. അപ്പോൾ ആ വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കിയാലും ഇങ്ങോട്ട് പോരും. അതിങ്ങനെ ഈ
ഇവിടേക്ക് ആ മുടി എടുത്തിട്ടാൽ മതി. ആ മുടി അവിടെ അങ്ങനെ വെള്ളം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാണ്ട് ആ വെള്ളം അങ്ങോട്ട് പൊക്കോളും. അദ്ദേഹത്തിന് പനിയൊന്നും വരില്ല. അപ്പോൾ വെള്ളം അങ്ങോട്ട് പൊക്കോളും, നനഞ്ഞിരുന്നുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോൾ തല കഴുകുമ്പോൾ കണ്ണിൻ്റെ ഭാഗങ്ങൾ, മൂക്കിൻ്റെ ഭാഗങ്ങൾ ഒക്കെ കഴുകുക, എല്ലാം ക്ലിയർ ആക്കുക. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കഴുകില്ലേ. എന്നിട്ട് ചെറിയൊരു തുണിയെടുത്ത് പതുക്കെ വിരലിൽ ചുറ്റിയിട്ട് പല്ല് വെച്ച് കൊടുക്കുക. പല്ലൊന്ന് വെച്ച് കൊടുക്കുക. വെറുതെ ഒന്നെടുത്ത് കളയാം, അടുത്തെടുക്കുക. പല്ലിൻ്റെ ഈ ഭാഗം, അതായത് ഇങ്ങനെ ഒന്ന് കളയുക, അടുത്ത് ഇങ്ങനെ ഒന്ന് കളയുക. അപ്പോൾ വലുതും കഴിച്ച് അടുത്തും കഴിക്കും. പിന്നെ ഒന്നെടുത്തിട്ട് മൊത്തം 3 പല്ല് വെച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം കുടത്തിൽ തന്നെ എടുത്തിട്ട് നല്ലോണം പാറ്റി ഒക്കെ കണ്ട് കളയാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അവയവങ്ങളുടെ കുളിപ്പിക്കൽ കഴിഞ്ഞു, സോപ്പ് ഇട്ടു, ആ വെള്ളം ഒഴിച്ച് കളഞ്ഞു. ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളം, ഈ വെള്ളം നല്ല ഫാസ്റ്റിൽ പോകണം. അതിനവിടെ തടസ്സമുണ്ടോ നോക്കണം. ആ വെള്ളം പോകുന്നിടത്ത് വല്ല തടസ്സം നോക്കണം. ബ്ലോക്ക് ഒരിക്കലും ആവരുത്, അത് വലിയൊരു പ്രശ്നമാണ്. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എല്ലാം അവിടെ നിൽക്കും. അല്ലെങ്കിൽ താഴത്തേക്കെങ്കിലും വെള്ളം വിട്ടേക്കണം, അപ്പോൾ പ്രശ്നമില്ല. ഇത് കഴിഞ്ഞാൽ ഇനി കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, എല്ലാ ദിവസവും കുളിക്കണമല്ലേ? പഠിപ്പിക്കണോ? കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാലോ സ്വയം കുളിക്കാൻ. രോഗിയായിട്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ കുളിപ്പിക്കേണ്ടത് ഇല്ലേ? നമ്മൾ രോഗിയായിട്ടുള്ള ഒരാളെ കുളിപ്പിക്കാനാണ് ഇടങ്ങേറ്. അതിന് വേദന എടുക്കണ്ടാവും, ചിലപ്പോൾ സമ്മതിക്കില്ല, തിരിയണം മറിയണം ഒക്കെയാണ്. പക്ഷെ മരിച്ച ഒരാൾക്ക് എന്ത് ഒരു പ്രതികരണമില്ലല്ലോ. പിന്നെ കുളിപ്പിക്കുമ്പോൾ അങ്ങോട്ട് ചരിക്കുക കേട്ടോ. എന്നിട്ട് വലത് ഭാഗം പുറം കഴുകുക, ഇങ്ങോട്ട് ചരിക്കുക, എന്നിട്ട് ഇടത് ഭാഗം പുറം. അത് മറക്കരുത്. പിന്നെ കാലിൻ്റെ അടി ഒട്ടും മറന്നു പോകരുത്. കൈ എടുത്തിട്ട് കൈയുടെ ഉള്ളനടി, പിന്നെ വിരലൊക്കെ എടുത്തിട്ട് ഒരാൾ ഇവിടെ എടുത്തിട്ട് എടുത്തിട്ട് പതുക്കെ കുത്തി കളയും. ഇങ്ങനെയൊന്നും മടങ്ങി കിട്ടില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ. അത് കളയുക, കാലിൻ്റെ വിരലൊക്കെ അങ്ങനെ കളയുക. അങ്ങനെ തുടങ്ങി മൊത്തത്തിലുള്ള ആ ഇതൊക്കെ ക്രിയകളൊക്കെ ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയും. ഇനി വലത് ഭാഗത്തു നിന്ന് തുടങ്ങി നമുക്ക് തേപ്പിച്ച് തുടങ്ങാം. ആദ്യം ഇവിടുന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് കാലും കൈയും ഒക്കെ അവിടെ വരെ തേക്കുക, പിന്നെ ഇടത് വശം തേക്കുക. വയറിൻ്റെ ഭാഗം, നെഞ്ചിൻ്റെ ഭാഗം അഴുക്ക്. ഈ മാസങ്ങളായി രോഗികളായി കിടന്ന ആളുകൾക്ക് മാത്രമാണ് എന്തുണ്ടാവുക, അഴുക്കുണ്ടാവുക. നന്നായിട്ട് മറ്റുള്ളവർക്കൊന്നും വലിയ അഴുക്കുണ്ടാവില്ല, അറിയാം. പക്ഷേ സാവേ നേരം വെളുത്ത് ഒന്നുകൂടി കിടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ അവസാനം ഈ മയ്യത്തിനെ ചെരിച്ചെടുത്തിട്ട് അവിടെ വെള്ളം ഒഴിച്ച് തൊട്ട് ചെരിച്ചിട്ട് ഇവിടെ വെള്ളം. ഇതൊക്കെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ ആദ്യം ഒരു തുണി ഇട്ടിരുന്നല്ലോ, ആ തുണി മാറ്റിയിട്ട് അപ്പം തന്നെ, അതായത് ഇയാളെ വിസർജ്ജം എടുത്തില്ലേ, ആ വിസർജ്ജം എടുത്ത് കളയുമ്പോൾ ഈ തുണിയും കൂടി കളയണം. പിന്നീട് കഴുകിയെടുക്കാം, അത് അങ്ങനെ മാറ്റിയിടണം. എന്നിട്ട് പിന്നെ വേറൊരു തുണിയായിരിക്കും ഇടേണ്ടത്. ഒരു കട്ടിയുള്ള ടർക്കി പോലത്തെ തുണിയാണെങ്കിൽ ഇത്രയും വലിയ തുണി ഇടേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ അവർത്തിൻ്റെ മുകളിലിടാം. ഓക്കെ. അത് നനഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ അതും മാറ്റിയിട്ട് മൂന്നാമതൊരു തുണി ഇടുന്നതോടുകൂടിയാണ് മയ്യത്ത് കുളിപ്പിക്കൽ കഴിയുള്ളൂ. എന്നിട്ട് തോർത്തെടുത്തിട്ട് നല്ലോണം തല തോർത്തി കൊടുക്കുക, തല ക്ലിയർ ആയിട്ട് തോർത്തി കൊടുക്കുക. പിന്നീട് എല്ലാ ഭാഗവും തോർക്കുക. സ്ത്രീകളുടെ ഇത് ആ മുടി, മൊത്തം മുടിയെ നിങ്ങളിവിടെ എങ്ങനെ ചെയ്യുന്ന എനിക്കറിയില്ല, മൊത്തം മുടിയെ രണ്ടാക്കാം. മൊത്തം മുടി രണ്ടാക്കി, ആ രണ്ടാക്കിയതിനെ പിന്നെ രണ്ടാക്കി മടയാം. ഇതിനൊന്നും മടന്നിടാം, ഇപ്പുറത്തൊന്നും മടന്നിടാം. അപ്പോൾ മൊത്തം രണ്ടായില്ലേ, അത് രണ്ടും കൂട്ടി വെച്ച് കെട്ടാം. അത്രയും മുടി ഉള്ളവർക്ക്. കുറച്ച് മുടിയാണെങ്കിൽ അത് വിഷയമല്ല. അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഒക്കെ അറിയാലോ, ആ ഒരു തട്ടം വെച്ച് കെട്ടിയാൽ മതി. ഓക്കെ. അത് കെട്ടും. പുരുഷന്മാർക്ക് അങ്ങനെയല്ല, ഒന്ന് ചീകി വെച്ചാൽ മതി. ഓക്കെ. ഇനി കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലോണം തുടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥലം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. ഏറ്റവും ശ്രദ്ധിച്ച് വൃത്തിയാക്കേണ്ട സ്ഥലം. അത് മയ്യത്തിന് അങ്ങോട്ട് ചരിച്ചെടുത്തിട്ട് വേണം ഇങ്ങോട്ട് വൃത്തിയാക്കാൻ. ഇനി കഫൻ ചെയ്യുന്നത് ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിൽ അവിടെ ചെയ്തു വെക്കേണ്ട കാര്യമാണ് ഈ കാണിക്കാൻ പോകുന്നത്. എത്തൂലേ? സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു തുണി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പഞ്ഞി വേണം. പഞ്ഞി സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സിൽ പറയേണ്ടതാണ്, ഇവിടെ പുരുഷന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ആ പഞ്ഞി വെച്ചിട്ട് അതിനെ മടക്കി വെച്ചിട്ട് അതിനാണ് ലങ്കോട്ടിയായിട്ട് ആദ്യം വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ലങ്കോട്ടി. ദ്വാരങ്ങളിൽ പഞ്ഞി വെച്ച് ഫില്ല് ചെയ്യണം. ഒരുപാട് കുത്തിക്കയറ്റി വെക്കണ്ട, കുറച്ച് പഞ്ഞി ദ്വാരങ്ങളിൽ എല്ലാതും. പിന്നെ നല്ല ദ്വാരത്തിലും ഒക്കെ മുത്രദ്വാരത്തിലും സ്ത്രീകളുടേതാണെങ്കിൽ അങ്ങനെ വെച്ച് ആ പഞ്ഞി വെച്ച് വെക്കണം. സ്ത്രീകളുടെ ഇതുപോലെ ലങ്കോട്ടി കിട്ടുന്നതിന് മുമ്പ് ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ മറ്റൊന്ന് ഇതുപോലൊരു തുണി എടുത്തിട്ട് ഒക്കെ അത്രയും
ഇവിടെ ഒന്ന് വെട്ടുക. ഇത് വളരെ ഈസിയാണ് കേട്ടോ. അവിടെ ഒന്ന് വെട്ടി, ഇതാ ഇവിടെ ഒന്ന് വെട്ടി, ഇതാ വെട്ടിയതിനെ അവിടെ വരെ കീറി, ഇതിനെ ഇതാ അവിടെ വരെ കീറി, എന്നിട്ട് ഇതിനെ ആ കീറിയ ഭാഗം വെച്ചതാ ഇങ്ങനെ മടക്കി. ഇതങ്ങോട്ട് ഇട്ടാൽ ലങ്കൂട്ടിയെ, മനസ്സിലായോ? ഇതങ്ങനെ ഇട്ടാൽ ലങ്കൂട്ടിയെ. അഥവാ ഇതിനെ, ഈ സെൻറ്ററിനെ നമ്മളിങ്ങനെ മടക്കിയിട്ട് ഈ രണ്ട് ഭാഗം കൂടി ചേർത്ത് കെട്ടുമ്പോൾ എന്തായി? ഒരു ബ്രാഹ്മണന്മാരൊക്കെ സ്ഥിരം ഉടുക്കുന്നതാണത്, ഉടുക്കുന്ന സാധനമാണത് ബ്രാഹ്മണന്മാർ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കെട്ടാം. ഓക്കെ, ഇത് ഒന്ന് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു തുണി എടുത്തിട്ട് നിങ്ങളുടെ പാവയാനോ അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളെയോ വെറുതെ ഒന്ന് കെട്ടി പഠിക്കുന്നത്. അതല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുമ്പോൾ എങ്ങനെയാണ് കെട്ടണമെന്ന് നോക്കുക. ചിലത് പള്ളിയുടെ ഉള്ളിലൊക്കെ പള്ളിക്കാർ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡിമെയ്ഡ് ആ സാധനം ഉണ്ട്, അത് കൊണ്ടുതരും. അപ്പോൾ അതിന് പ്രയാസം ഉണ്ടാവില്ല. അവിടെ കാണിക്കാൻ വേണ്ടി എടുത്തുന്നുള്ളൂ കേട്ടോ, അത് ഈസിയാണ്. ഇനി ആ സാധനങ്ങളൊക്കെ അതിന് മുകളിൽ നിന്ന് മാറ്റിക്കോട്ടോ. ഇപ്പോൾ ഇതുപോലെ 3 ശീല കെട്ട്. ഇത് ചെറുത് മതി, ഇത് ഒരെണ്ണം ഇത് അവിടെ വെക്കാം. എന്നിട്ട് ഇതൊന്ന് പിടിച്ചേ, അങ്ങോട്ട് ഇങ്ങനെ പിടിച്ചിട്ടു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വെച്ച മൈലാഞ്ചിയില്ലേ, ആ മൈലാഞ്ചിയൊക്കെ ഇതിലിടാം. എന്നിട്ട് അടുത്ത തുണി എടുക്കാം, രണ്ടാമത്തെ തുണി. അല്ല, സ്ത്രീകളുടേത് മക്കനെയും അവർക്ക് വേറെ 2-3 ഡ്രസ്സുകൾ വേറെ വരുമല്ലോ. 3 ഡ്രസ്സ് സ്ത്രീകൾക്ക് വരും, ഇത് 2 അടക്കം 5 വരിക. പുരുഷന്മാരത് അങ്ങനത്തെ ഡ്രസ്സില്ല, അവർക്ക് മുണ്ട് മാത്രമേ ഉള്ളൂ, ഇത് 2 എണ്ണം വരുള്ളൂ, 2 1 3. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 എണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വീണ്ടും താടി കെട്ടി കൊടുക്കുക, വീണ്ടും മുക്കിൽ പഞ്ഞി വെച്ച് കൊടുക്കുക, വീണ്ടും വീട്ടിൽ പഞ്ഞി വെച്ച് കൊടുക്കുക. ഇതൊക്കെ നേരത്തെ കാണിച്ചതാണ്. നമ്മുടെ നേരത്തെ ഇവിടെ പിഴിഞ്ഞ് വെച്ച ഈ സാധനം. ഈ മയ്യത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് എല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആകുമ്പോൾ അതിനെ ചെയ്യേണ്ട ഒരു കൃത്യമുണ്ട്. ഓത് പിടിപ്പിച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ പനിനീരും അത്രയും കൂടി ചേർത്ത് വെച്ചതാണ് ഈ ഒഴിക്കുന്നത്. കണ്ടോ, ഇതിൽ 2 ഗുണമുണ്ട്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ 2 ഗുണമുണ്ട്. പിടിച്ചോ. ഇനി ഈ പഞ്ഞിയാണ് എടുത്തിട്ട് കഷത്തിൽ മൂക്കിൽ ചെവിട്ടിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രമായാലും, ഒരുപാട് ആ പല്ലൊക്കെ പുറത്ത് കാണുന്നില്ലെങ്കിൽ മാത്രം ലാസ്റ്റ് വെച്ചാൽ മതി. 2 എണ്ണം കണ്ണിൽ മസ്റ്റാണ്. പിന്നെ ഈ വിരലുകൾക്കിടയിലൊക്കെ ആൾക്കാർ വെക്കാറുണ്ട്, നിർബന്ധമൊന്നുമില്ല. കാലിൻ്റെ കൈയിലും വിരലുകൾക്കിടയിലൊക്കെ വെക്കുക. കാല് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കാണിച്ചെന്നില്ലേ, അതുപോലെ കെട്ടുക. കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കെട്ടുക. നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന പോലെയാണ് കെട്ടുന്നത്. കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടുക. താടി കെട്ടുക, ചെവിട്ടിയിൽ പഞ്ഞു വെക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ളത് കാണിക്കുക. മറ്റാ വസ്ത്രം, പുരുഷന്മാരുടെ 1 വസ്ത്രം, സ്ത്രീകൾ 3 വസ്ത്രം മുടിപ്പിച്ച ശേഷമുള്ള സീനാണ് നമ്മൾ ഇവിടെ. അപ്പോൾ അടിയിൽ നമ്മൾ മൈലാഞ്ചി ഇട്ടു. ഇവിടെ മയ്യത്ത് വന്ന് കിടക്കുകയാണ്. സാധാരണ മയ്യത്ത് കുറച്ചുകൂടെ ഇറങ്ങി. യെസ്. ഇനി ആ ഭാഗം അതിൻ്റെ കോണില്ലേ, ആ കോണിൻ്റെ ഭാഗത്തേക്കൊന്ന് വലിച്ചേ. കോണ് എങ്ങനെയാണോ അങ്ങനെ വലിച്ചിട്ട്. ഇത് വീതി കുറവാണോ അല്ലേ? ഈ തുണിക്ക് വീതി കുറവാണോ? ഇതിൻ്റെ കോണിലൊന്ന് വലിച്ചേ. കോണിലൊന്ന് വലിക്കുക. കോണിൽ. ഓക്കെ, ശരി. ഇത് കോണിലൂടെ വലിച്ചിട്ട് അതേ മോഡലിൽ തന്നെ വലിച്ച്, അതായത് ആ വലിക്കുന്നതിൻ്റെ ടെമ്പർ കുറയാത്ത രീതിയിൽ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൂടിയെ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ പിടിച്ചോ. ഇല്ല, അവിടെ ചുളുങ്ങി. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇതേ മോഡൽ കേട്ടോ. ഓക്കെ, ഒന്നുകൂടി. അപ്പോൾ ആ സെൻറ്ററിൽ വള്ളി പിടിച്ചോളണം കേട്ടോ. ഓക്കെ, സെൻറ്ററിൽ അതുപോലെ പിടിച്ചോളണം. ഓക്കെ, അങ്ങനെ പിടിച്ചോ. ഇനി ഇടത് ഭാഗത്ത് വാ. നിങ്ങൾ വിട്ടോ, നിങ്ങളിവിടെ വാ, ഇടത് ഭാഗത്ത് വാ. ഇതിനെ തലയുടെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം, അതിനെ കാലിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അല്ല ഇത് കിട്ടോ, ഇവിടുന്ന് വലിച്ചതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ. ഓക്കെ, ശരി. വലത് ഭാഗം ഇടത്തോട്ടും ഇടത് ഭാഗം വലത്തോട്ടും, വലത് ഭാഗം ഇടത്തോട്ടും ഇടത് ഭാഗം വലത്തോട്ടും. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവും. അതായത് അവസാനം വരുമ്പോൾ ഇടത് ഭാഗത്താണ് കുത്തേണ്ടത്, ഇടത് ഭാഗത്താണ് കുത്തേണ്ടത്. മയ്യത്താണെങ്കിൽ ഇവിടുന്ന് എടുക്കുമ്പോൾ വലത് ഭാഗത്താവും, അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇടത് ഭാഗത്ത്. അതുകൊണ്ട് ഇനി ഇവിടുന്നാണ് വലിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കാലിൻ്റെ അടിയിലേക്ക് നമ്മൾ സൂട്ട് ചെയ്ത് വെച്ചു. ശരി, ഇനി ഇത് ഇവിടുന്ന് വലിക്കും, അവിടെ നിന്ന് വലിക്കും. ഇനി നിങ്ങൾ അവിടെ വാ, സെൻറ്ററിൽ വാ. നിങ്ങൾ ആ സൈഡിൽ നിങ്ങൾ സെൻറ്ററിൽ വാ, സെൻറ്ററിൽ വന്നത് വെച്ചവിടെ അതിനെ പൂട്ടി വെക്കും.
ഓക്കെ കൂട്ടി വെക്കും. ഓക്കെ ആ ഇഞ്ഞൊന്ന് വിട്ടെ, പഴയപോലെ ഇട്ടെ, വീണ്ടും റിവേഴ്സ്, വീണ്ടും ഇട്ടെ. ഒന്ന് തന്നെത്താൻ ചെയ്തേ. എടുക്ക്, സെൻറ്റർ പിടിക്ക്, അവിടെ വാ സെൻറ്ററിൽ വാ, പിടിക്ക്. ഇനി അവിടെ നിന്ന് എടുക്കുക, ആ തുണി എടുക്കുക, വലിച്ചു പിടിക്ക്, വലിച്ച് നല്ലോണം വലിച്ച്. ഓക്കെ എന്താ പിടിച്ചേ, ഇതാ ഇതിനിവിടെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ഉരാപ്പുറത്ത് കെട്ടണം. ശരി, കടം മാറിയില്ല, ശ്രദ്ധിക്കണം. ഇവിടുത്തെ കെട്ട് അവിടെ അല്ല, ഇതൊന്ന് കിട്ടോ. ഇത് ഈ ഭാഗം ഈ ഭാഗത്തെ നമ്മൾ ഈ മിഠായി കടലാസ് ചുരുട്ടൂല്ലേ, അതോടെ ചുരുട്ടാം. ചുറ്റി പിടിച്ച് അതിൽ വെറുതെ പിടിച്ചാൽ മതി. ഇതാ ഈ വള്ളി എടുത്തിട്ട് ആ ചുറ്റി പിടിച്ചു കൊടുത്ത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിനുള്ളിൽ കൂടെ ഒന്നും ഇടാം. വെറുതെ ഒരു കെട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അടുത്ത കെട്ട് പക്ഷേ സാധനം എഴുന്നേറ്റ് പറഞ്ഞുണ്ടോ. ഓക്കെ, ഇതേ കെട്ട് തന്നെയാണ് അവിടെയും ഈ വശത്തും കെട്ടേണ്ടത്. ഓക്കെ, ഇവിടെയും മിഠായി കടലാസ് പോലെ ചുരുട്ടാം. ഇപ്പോൾ അല്ല അത് കുഴപ്പമില്ല, മൂപ്പരിലും കണ്ടോ ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ പിടിച്ചു. ഇത് ഒരു കെട്ട്, ഇത് വെറുതെ ഇങ്ങനെ സാധാരണ ഇങ്ങനെ വെറുതെ ഒരു കെട്ട്, അങ്ങനെ ഒരു കെട്ട്, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരും. ഒരു കെട്ട് ശേഷം ഒരു ഉരാക്ക് കൊടുക്കരുത്, കാരണം കബറിലത്ത് അഴിക്കേണ്ടതാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കഫൻ ചെയ്യൽ, ഇത്രേ ഉള്ളൂ. പുരുഷന്മാരുടെ മയത്ത് കഫൻ ചെയ്യേണ്ട ആരാ? പുരുഷന്മാർ. സ്ത്രീകളുടെ മയത്ത് കഫൻ ചെയ്യേണ്ട ആരാ? അല്ലല്ലോ, പുരുഷന്മാരല്ലേ ചെയ്യണം. സ്ത്രീകൾ വിട്ടുകൊടുക്കരുത്. പള്ളിക്കാട്ടിൽ കൊണ്ടുപോകുമ്പോൾ വിട്ടുകൊടുത്തു, അതൊരു വിട്ടുകൊടുക്കരുത് കേട്ടോ. പലയിടത്തും പുരുഷന്മാർ ചെയ്യുന്നുണ്ട്, അത് അനുവദിക്കരുത് കേട്ടോ. ഇന്ന് മുതൽ അനുവദിക്കില്ല കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് കുഴപ്പമില്ല, ഒന്നും കയറില്ല, ഇല്ല വിഷയമില്ല. ഇതിനെ നമ്മൾ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വെച്ചിട്ട് ഇവർ പുരുഷന്മാർക്കൊക്കെ അറിയാത്, നിങ്ങളോട് സ്ത്രീകളോടായിട്ട് ഫേസ് ചെയ്ത് പറഞ്ഞു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ശേഷം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇത് ഈ സെൻറ്ററിൽ ഒരു അടിക്കൂടെ വലിയ തോർത്തിടും. പിന്നെ അവിടെയൊക്കെ ഒരു പ്രത്യേക തരം തുണി തന്നെ ഉണ്ട്, 2 പിടിയൊക്കെ ആയിട്ടുള്ള തുണിയുണ്ട്. അതിടും. കാൽഭാഗം ഈ തുണിമ പിടിക്കുള്ളൂ, തലഭാഗം ആ തുണിമ പിടിക്കുള്ളൂ. സെൻറ്ററിൽ അത് പിടിച്ചിട്ട് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഈ 3 കെട്ടും അഴിച്ചിടും. അതാണ് അവിടെ അങ്ങനെ മുറുക്കി കെട്ടരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ആദ്യത്തെ കെട്ട് ഒരു കെട്ട്, രണ്ടാമത്തെ കെട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വനിതകൾ എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഇതൊക്കെ ചെയ്ത് പരിശീലിക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പിന്നെ എപ്പോഴും ക്ലാസ്സുകളിലൂടെയോ പ്രഭാഷണങ്ങളിലൂടെയോ പഠിക്കേണ്ടതോ പഠിപ്പിക്കപ്പെടേണ്ടതോ ആയ സംഗതിയല്ല ഇത്, മറിച്ച് പ്രാക്ടിക്കലായിട്ട് ഓരോ വീടുകളിലും പോയി ചെയ്യേണ്ട കാര്യമാണ് എന്നതാണ്. പിന്നെ ഒളു വലത് കൈ ആദ്യം 3 പ്രാവശ്യം, ഇടത് കൈ 3 പ്രാവശ്യം. ഈ തലഭാഗം പിന്നെ ഈ മൂക്കിൽ വായിലേക്ക് വെള്ളം കൊള്ളാനായിട്ട് ഒന്ന് ചെരിച്ചാൽ മതി. അപ്പാവ അവിടെ എടുക്കണ്ട. ഇപ്പോൾ വെറുതെ തല ചെരിച്ചിട്ട് ഈ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു കാര്യം മനസ്സിലാവാം, മരിച്ച മയ്യത്തിൻ്റെ വായിലേക്ക് ഒരിക്കലും വെള്ളം ഇറങ്ങി പോകില്ല. ഉള്ളിലേക്കൽ വെള്ളം ആ വായിലുണ്ടാവുള്ളൂ, വെള്ളം ഇറങ്ങി, അത് ഇറങ്ങി പോകില്ല. അത് ബ്ലോക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് ചെരിച്ചാൽ മതി, അത് വയ്ക്കുക, എന്നിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ കയറ്റാം. അതുപോലെ കഫൻ ചെയ്യുമ്പോൾ കുളിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ണും വായും ഒക്കെ കഴുകും, ഒപ്പം മൂക്കിൻ്റെ ഭാഗം കഴുകും. പക്ഷേ കഫൻ ചെയ്യുന്നതിന് മുമ്പ് കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം തുടക്കുമ്പോൾ ചെറിയ തുണികൾ ചുരുട്ടിയിട്ട് മൂക്കിൻ്റെ ഭാഗത്ത് വേണം തുടച്ചു കൊടുക്കണം, കണ്ണിൻ്റെ ഭാഗം പീളൊക്കെ നിർത്തി കൊടുക്കണം. അങ്ങനെ തുടങ്ങി എല്ലാ ഭാഗങ്ങളും പ്രത്യേകം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടാണ് കഫൻ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു വിധം ആയിട്ടുണ്ടെന്നാണ്. എങ്കിലും എനിക്കൊരു സംതൃപ്തി ആയിട്ടില്ല, കാരണം സമയത്തിൻ്റെ ഒരു ഓട്ടം കാരണമാണ്. എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ സീരിയസ്നെസ്സിനെ ബാധിക്കുന്ന തമാശകളല്ല, മറിച്ച് ഗൗരവമായ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തോണ്ട് ഇന്ന് ഒരാളെ തലയേറ്റ് വീണു. അത്തരം അവസ്ഥകളില്ലാതിരിക്കാൻ വേണ്ടിയാണ്. റബ്ബ് നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരു സംശയമുണ്ട്. ഒരു മയ്യത്ത് ഒരു 3 ദിവസം വെക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ആ മയ്യത്തിനെ എത്ര പ്രാവശ്യം കുളിപ്പിക്കണം? മയ്യത്തിനെ എത്ര പ്രാവശ്യം വെച്ചാലും 1 പ്രാവശ്യം കുളിപ്പിച്ചാൽ മതി. ഈ കുളിപ്പിക്കുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ 3 പ്രാവശ്യം, ആ ചെയ്യുമ്പോൾ 3 ഒറ്റയായിട്ട് ചായ 9 പ്രാവശ്യമൊക്കെ വരും. അത് അത്രേ ഉള്ളൂ. മയ്യത്തിന്റെ ഒരു കോയം വെക്കാം, അത് ശരിയാണ്. ഒരു പിന്നെ വെള്ളാറം കല്ല് വെക്കാം, മച്ചിക വെക്കാം, അങ്ങനെ അത് വയറ് വീർക്കാതിരിക്കാൻ കുഴപ്പമില്ല, വെക്കാം. അവിടെ എന്താ അനുവദിച്ചത്? പറഞ്ഞില്ല. എല്ലാ ക്ലാസ്സിലും വിട്ടുപോകാറുണ്ട്, ഈ ക്ലാസ്സിലും വിട്ടുപോയി. അത് ഏറ്റവും ലാസ്റ്റ്
എല്ലാം കഴിഞ്ഞ് നമ്മൾ കർപ്പൂരത്തിന്റെ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം ഏറ്റവും ലാസ്റ്റ് കഫൻ ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒഴിക്കാന്ന് പറയുക കേട്ടോ. ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി നേരത്തെ ചേർന്ന എല്ലാ സഹോദരി Thank you.